പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ബട്ടർഫ്ലൈ സഫാരി പാർക്കിൻ്റെ വ്യത്യാസം പഠിച്ചു. ബട്ടർഫ്ലൈ സഫാരി പാർക്ക് വ്യത്യാസം പഠിച്ചു. ഇന്നേ ദിവസം എന്താണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി റിസർവ് സാധാരണത്തിൽ PSC ചോദിക്കുമ്പോൾ അവയുടെ ലക്ഷ്യമാണ് ചോദിക്കുക. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ലക്ഷ്യം പഠിക്കാം. 2 ലക്ഷ്യങ്ങളുണ്ട് കേട്ടോ. ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളെ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കുന്നതാണ് കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുക. അപ്പോൾ 2 കാര്യങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളെ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വിളിക്കാം കമ്മ്യൂണിറ്റി റിസർവ് എന്ന് വിളിക്കാം. കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ നിലവിലുള്ളതിൽ വെച്ച് ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് കടലുണ്ടി മുതൽ വള്ളിക്കുന്ന് വരെയുള്ള ഭൂപ്രദേശമാണ്. ഓക്കെ, കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് അത് കേന്ദ്രീകരിച്ചിരിക്കുക. കടലുണ്ടി മുതൽ വള്ളിക്കുന്ന് വരെയുള്ള ഭൂപ്രദേശമാണ്. അതുകൊണ്ട് കമ്മ്യൂണിറ്റി റിസർവിൻ്റെ പേരും എന്ത് തന്നെ, കടലുണ്ടി വള്ളിക്കുന്ന് എന്ന് തന്നെയാണ്. 2007 പ്രഖ്യാപിക്കുക. നിലവിൽ ഒരെണ്ണയുള്ളൂ കമ്മ്യൂണിറ്റി റിസർവ്, കടലുണ്ടി മുതൽ വള്ളിക്കുന്ന് വരെയുള്ള ഭൂപ്രദേശം. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ളത് നിലവിൽ നാഗാലാൻഡ് സംസ്ഥാനത്താണ്. 2ാം സ്ഥാനത്ത് മേഘാലയയിലും. ഓക്കെ, അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി റിസർവ്? ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശങ്ങളെ പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കുന്നതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുക. കേരളത്തിലെ ആദ്യത്തേതും അല്ലെങ്കിൽ കേരളത്തിൽ നിലവിലുള്ളതിൽ വെച്ച് ഒരേ ഒരെണ്ണവുമാണ് കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർവ്. 2007 പ്രഖ്യാപിക്കുക. നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ളത് നാഗാലാൻഡ് സംസ്ഥാനത്തും 2ാം സ്ഥാനത്തുള്ളത് എവിടെയാണ്, മേഘാലയ സംസ്ഥാനത്തുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോവുക. വളരെ പ്രാധാന്യത്തോടു കൂടി നമുക്ക് മനസ്സിലുറപ്പിക്കുകയും വേണം. ബൈ.